നമസ്കാരം. വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഇതിൽ രാജ്യങ്ങളും പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളുമായി 61 ദേശങ്ങളുണ്ട്. ഭൗമോപരിതലത്തിൻ്റെ 6%, അതായത് ആകെ കരയുടെ വിസ്തീർണത്തിൻ്റെ 20.4% ആഫ്രിക്കയാണ്. 2009 കണക്കുകൾ പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 100 കോടിയാണ്. ഇത് ഭൂമിയിലെ ജനസംഖ്യയുടെ 14.72% വരും. കിഴക്കൻ ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് എത്യോപ്യയിലാണ് 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനുണ്ടായത് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവുമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഉത്തര മീതോഷ്ണ മേഖല മുതൽ ദക്ഷിണ മീതോഷ്ണ മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. നിഗൂഢതകളും അത്ഭുതങ്ങളും പേറുന്ന മറ്റൊരു ഭൂഖണ്ഡം ആഫ്രിക്കയെ പോലെ മറ്റൊന്നുണ്ടാകില്ല. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള നരഭോജികളായ ഗോത്രങ്ങൾ ആഫ്രിക്കയിൽ ഇപ്പോഴുമുണ്ട്. മനുഷ്യമാംസം കടിച്ചു കീറി ചോര കൊണ്ട് ദാഹം മാറ്റി ജീവിക്കുന്ന പിശാചുക്കൾ. നാവിൽ ചോരയൊലിപ്പിച്ച് മനുഷ്യമാംസം വെട്ടിനുറുക്കാനായി കയ്യിൽ ആയുധവുമായി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച ഇരുകാലികൾ. കേൾക്കുമ്പോൾ ഭയവും ഇരുട്ടും ഒരുപോലെ നമ്മളിലേക്ക് താനെ വന്നുപോകും. മധ്യ ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന കോങ്കോ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബാങ്കി. ഇവിടെ സുന്ദരമായ ഒരു നദിയുണ്ട്. ഏകദേശം 600 മൈലുകൾ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന മൊബാങ്കി നദി. എന്നാൽ ഇരുവശത്തുമുള്ള കാടുകളിൽ മനുഷ്യമാംസം ദാഹിച്ചു കഴിയുന്ന നരഭോജികൾ ഉണ്ടെന്നത് നമ്മളെ ഭയപ്പെടുത്തും. തക്കം കിട്ടുമ്പോൾ അവർ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവരെ തങ്ങളുടെ ഭക്ഷണമാക്കി കളയും. ഇവർക്കിടയിൽ മനുഷ്യ ശരീരം ആടുമാടുകളെ പോലെയാണ്. വാങ്ങാനും വിൽക്കാനുമായി ഒരുപാട് പേർ. മനുഷ്യമാംസം ഇവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. കോങ്കോയിൽ മൊബാങ്കി ട്രൈബ്സ് ഇപ്പോഴുമുണ്ട്. ഇവർക്കായി മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആനക്കൊമ്പ് പോലെയുള്ള വിപണിയിൽ വിലയുള്ള സാധനങ്ങൾ ഈ ഗോത്രവർഗക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് പകരം മനുഷ്യരെ കൊടുക്കുന്ന ഒരുതരം ഏർപ്പാട്. മധ്യ ആഫ്രിക്കയിൽ കോങ്കോ തടങ്ങളിൽ മാത്രമല്ല നരഭോജികളുള്ളത്. പരിഷ്കൃതത്വം തൊട്ടു തീണ്ടാത്ത ഇരുണ്ട ആഫ്രിക്കയുടെ അന്തരാളങ്ങളിൽ പാർക്കുന്ന ഗോത്രവർഗങ്ങളിൽ പലതും നരഭോജികളാണ്. ഇത്തരം വർഗങ്ങളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവരുടെ മുൻവരിയിലെ 2 പല്ലുകൾ രാഗി കൂർപ്പിച്ചിരിക്കും. നൈലോട്ടിക് വർഗങ്ങളിൽ ചിലതിൽ ഈ പ്രത്യേകത കാണാമെന്ന് നരവംശാസ്ത്രജ്ഞർ പറയുന്നു. ബ്രിട്ടീഷ് അധിനിവേശവും 21-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്ര പുരോഗതിയും പരിഷ്കൃത മനുഷ്യന്റെ ഇടപെടലും ആ കാടന്മാരുടെ കറുത്ത ജീവിതത്തെ പരിഷ്കരിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും അവരുടെ വന്യമായ ജീനിലടങ്ങിയിട്ടുള്ള നരമാംസക്കൊതിയെ തൃപ്തിപ്പെടുത്തുവാൻ അവൻ ഗൂഢമായി ശ്രമിക്കാതിരിക്കില്ല. ഒരു കഥ പറയാം. 1940കളിൽ നടന്ന സംഭവമാണ്. ഇന്നത്തെ ടാൻസാനിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു കാപ്പിരി സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നു. ഇറച്ചിക്കൊതി മൂത്ത അവളുടെ ഒരു കൂട്ടുകാരി രഹസ്യമായി അവളെ വിളിച്ച് മൃതദേഹത്തിൻ്റെ ഒരു കൈ മുറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ ഒരിക്കൽ കടം മടക്കി തരാമെന്ന് ഉറപ്പും നൽകി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വെള്ളക്കാരൻ ആഫ്രിക്ക ഭരിക്കുന്ന കാലം. നരമാംസത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്നവരെ ഭരണകൂടം പരസ്യമായി തൂക്കിക്കൊന്നിരുന്നു. നാട്ടുകാരെ അത് ഓർമ്മിപ്പിക്കുവാനായി ഗ്രാമാതിർത്തിയിൽ ഒരു തൂക്കുമരവും നാട്ടിയിരുന്നു. ഒരു ദിവസം വിധവയ്ക്ക് മനുഷ്യന്റെ ഇറച്ചി തിന്നാൻ ഒരു കൊതി തോന്നി. നേരെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കടം തിരിച്ചു ചോദിച്ചു. അവൾ എവിടെ നിന്ന് കൊടുക്കാനാണ്? വെള്ളക്കാരൻ വന്നതോടെ ആളിറച്ചി കിട്ടാതെയായി. വിധവ പിടിവാശി തുടങ്ങി. കടക്കാരി പിന്നൊന്നും നോക്കിയില്ല. തൻ്റെ 15 വയസ്സുള്ള മകളെ കൂട്ടി കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെ വെച്ച് അവളെ കൊലപ്പെടുത്തി ഒരു കൈ മുറിച്ച് വിധവയ്ക്ക് നൽകി. ബാക്കി അവളും തിന്നു തീർത്തു. കോടതിയിൽ വിസ്തരിക്കപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞത് ഇത്ര മാത്രം: ഞാൻ എൻ്റെ കടം വീട്ടി. മകൾ എൻ്റെ സ്വത്താണ്. അതിനവകാശി ഞാൻ മാത്രമാണ്. അങ്ങനെ നമുക്ക് നിർവചിക്കാനാവാത്ത വ്യക്തിത്വവും രീതികളും ഉൾക്കൊള്ളുന്നതാണ് ആഫ്രിക്കയിലെ നരഭോജികൾ. ഇനിയും ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളും ഇവരെ പറ്റി ഉണ്ട് എന്നതാണ് വസ്തുത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599.
ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.